സംസ്ഥാനത്തെ അതിവേഗ റെയിലിനെ ചൊല്ലിയുള്ള വിവാദം തുടരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് ഇ ശ്രീധരൻ. മറ്റന്നാൾ പൊന്നാനിയിൽ ഓഫീസ് തുറക്കും. എന്നാൽ പദ്ധതിക്കായി ശ്രീധരനെ ആരാണ് ചുമതലപ്പെടുത്തിയത് എന്ന ചോദ്യമാണ് സർക്കാർ ഉയർത്തുന്നത്. അതേസമയം ഹൈസ്പീഡ് റെയിൽ പദ്ധതി നാളത്തെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. ആദിൽ പാലോട് ചേരുന്നു. ആദിൽ, കേരയിൽ വരില്ലെന്നുറപ്പായി. ഇനിയിപ്പോൾ ഇ ശ്രീധരനോ സർക്കാരിന്റെ RRTS അതിലാണ് ചോദ്യമുള്ളത്. ഈ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് പോയിരുന്ന ആളുകളാണ് ഇപ്പോൾ രണ്ട് ദിശയിൽ നിൽക്കുന്നത്, പരസ്പരം പോരടിക്കുന്നു. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രിയും ഇ ശ്രീധരനുമൊക്കെ ഒരേ പാതയിൽ സഞ്ചരിച്ച് എങ്ങനെയെങ്കിലും ഒരു അതിവേഗ റെയിൽ കേരളത്തിന് കൊണ്ടുവരാനാകുമോ എന്ന ശ്രമം നടത്തിയതാണ്. പിന്നീട് ഇ ശ്രീധരൻ സ്വന്തം നിലയിൽ പദ്ധതി പ്രഖ്യാപിക്കുന്നു. മുഖ്യമന്ത്രി സർക്കാരിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ RRTS എന്ന രൂപത്തിൽ മറ്റൊരു അതിവേഗ റെയിൽ പദ്ധതി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ രണ്ട് പദ്ധതികൾ രണ്ട് ദിശയിലൂടെ നീങ്ങുന്നതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. അത് നയപരമായ സാങ്കേതികമായ ചർച്ചകൾക്കപ്പുറം രാഷ്ട്രീയമായി തന്നെ പലപ്പോഴും ആയുധമാകുന്നു. ഇ ശ്രീധരൻ പറയുന്നത് മന്ത്രിസഭ അംഗീകരിച്ച RRTS എന്ന പുതിയ അതിവേഗ റെയിൽ പദ്ധതി മണ്ടൻ പദ്ധതിയാണ് എന്നുള്ളതാണ് മെട്രോമാൻ ഇ ശ്രീധരൻ പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്നതാകട്ടെ ഇ ശ്രീധരനെ ആരാണ് ചുമതലപ്പെടുത്തിയത്? കേന്ദ്ര മന്ത്രിക്കോ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിനോ പോലും ഇ ശ്രീധരന്റെ കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ളതാണ് മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് പി രാജീവിന്റെ ചോദ്യം പ്രസക്തമാകുന്നത്. ആരാണ് ചുമതലപ്പെടുത്തിയതിന്റെ ഉത്തരവുണ്ടോ എന്നാണ് ശ്രീധരനോടുള്ള ചോദ്യം. ഏതായാലും തർക്കം തുടരുകയാണ്. അങ്ങനെയെങ്കിലും അടുത്ത ദിവസം ഉള്ള കേന്ദ്ര ബജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഇ ശ്രീധരൻ പറയുന്ന പദ്ധതിയെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ സ്വാഭാവികമായും RRTS ഒക്കെ മാറ്റിവെച്ച് ശ്രീധരന് കൈകൊടുക്കുക എന്നത് മാത്രമേ സംസ്ഥാന സർക്കാരിന് മുന്നിൽ നിവർത്തിയുള്ളൂ. ഏതായാലും തർക്കം തുടരുന്നു. ഇനി കേന്ദ്ര ബജറ്റിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിലിപ്പോൾ എന്ത് സംഭവിക്കും? ബജറ്റിലേക്കടക്കം ഉറ്റുനോക്കുകയാണ് നമ്മൾ.